തിരുവനന്തപുരത്ത് കോവളം മണ്ഡലം ധാരാളം രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല ഒരുപാട് വികസന സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. അവിടെ നിലവിൽ JDS-നാണ് സീറ്റ്. ഇടതുമുന്നണിക്ക് വലതുമുന്നണിയിൽ വിൻസെന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് 99% ഉറപ്പായി കഴിഞ്ഞു. JDS ഇന്നില്ല. കാരണം ദേവഗൌഡയുടെ ജനതാദള് BJP മുന്നണിയിലായതുകൊണ്ട് JDS ഇന്ന് നിലവിലില്ല. കേരളത്തിൽ ISJD ആണ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പൊ ആ പാർട്ടിക്കാണ് സീറ്റ് കൊടുക്കേണ്ടത്. പക്ഷെ ISJDക്ക് അവിടെ എന്താണ് വ്യക്തമായ ആധിപത്യമോ സീറ്റോ ലഭിച്ചാൽ തന്നെ മത്സരിപ്പിക്കാൻ ആളില്ല. വന്ന വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തി മത്സരിപ്പിക്കേണ്ടി വരും, കഥ കഴിയുകയും ചെയ്യും. എന്നാൽ അവിടെ RJDക്ക് വലിയ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഭഗത് റൂഫസ്. ഞാൻ അദ്ദേഹത്തിന്റെ അഭിമുഖമൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. അത് പറയാൻ കാരണം വെങ്ങാനൂർ ഡിവിഷന്റെ ചുമതല ജില്ലാ പഞ്ചായത്തിലേക്ക് വെങ്ങാനൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ച ഭഗത് റൂഫസ് 5 വർഷക്കാലം പ്രവർത്തിച്ചിരുന്നു. ഈ 5 വർഷക്കാലം കൊണ്ട് സർക്കാർ സ്കൂളുകളൊക്കെ അദ്ദേഹം എന്തുമാത്രം നവീകരിച്ചു. അതുപോലെ കാർഷിക മേഖല, അനുബന്ധ മേഖലകൾ, അതൊക്കെ അദ്ദേഹം എന്തുമാത്രം മനോഹരമായി കൈകാര്യം ചെയ്തു, വികസനത്തിലേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുവന്നു എന്നൊക്കെ എനിക്ക് നേരിട്ട് പോയി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ കോവളം സീറ്റ് CPM എടുക്കണം, എടുത്തിട്ട് RJDക്ക് കൊടുക്കണം. RJDക്ക് ഒരു സീറ്റ് കൂടി കൊടുക്കണം. RJDക്ക് നിലവിലുള്ളത് കൽപ്പറ്റയും അതുപോലെ തന്നെ കോഴിക്കോട്, അങ്ങനെ 3 സീറ്റുകളാണ് RJDക്ക് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഒരു സീറ്റ് കൂടി, ഏതെങ്കിലും ഒരു സീറ്റ് എടുത്തിട്ട് ഒരു സീറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ, കോവളം സീറ്റ് കൂടി RJDയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാകുന്നത് നാട്ടുകാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏകദേശം 70% ആളുകൾ ഭഗത് റൂഫസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISJDക്ക് സീറ്റ് കിട്ടുമല്ലോ എന്ന് കരുതി മുമ്പ് BJPക്കൊപ്പം ചേർന്ന് മത്സരിച്ച BDJS-നൊപ്പം നിന്ന TN സുരേഷ് എന്ന് പറഞ്ഞ വലിയൊരു പണച്ചാക്ക്, വമ്പൻ പണച്ചാക്കായ ഒരാൾ, SNDP നേതാവ് കൂടിയാണ്. അയാള് നേരെ ISJDയിലേക്ക് ലയിച്ചു. RJDയിൽ ഉണ്ടായിരുന്നതാണ്. RJDക്ക് സീറ്റ് കിട്ടില്ല, ISJDക്ക് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു TN സുരേഷ് ISJDയിൽ പോയി ലയിച്ചിട്ടുണ്ട്. പക്ഷെ ISJDക്ക് സുരേഷിനെ മതിപ്പില്ല. കാരണം ഒരിക്കൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിനെ പിടിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെ നിർത്തുമെന്നൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. പക്ഷേ TN സുരേഷ് അവിടെ ഇങ്ങനെ പ്രഖ്യാപിച്ച് നടക്കുന്നുണ്ട്, ഞാനാണ് സ്ഥാനാർത്ഥി, ഞാൻ വലിയ ആളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് സഹകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. കുറെ ആളുകൾക്ക് കാശൊക്കെ കൊടുത്ത് വസൂലാക്കാൻ, ആളുകളെ സ്വന്തം ആളാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നും ഞാൻ കഴിഞ്ഞ ദിവസം കോവളത്ത് പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഭഗത് റൂഫസിനെ കുറിച്ച് അങ്ങനെയല്ല. ഭഗത് റൂഫസ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാവാണ്. ഈ സീറ്റ് ഭഗത്തിന് ലഭിക്കുകയാണെങ്കിൽ കോവളം അടിമുടി മാറുമെന്നതിൽ ഒരു തർക്കവും